33ാമത് GCC ഉച്ചകോടി ബഹ്റൈനിൽ നടന്നു. ബഹ്റൈൻ രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടന്നത്. കാലികമായ വെല്ലുവിളികൾ നേരിടാൻ അംഗരാജ്യങ്ങൾ തമ്മിലെ ഐക്യം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയും ശക്തമാക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ രാജാവ് പറഞ്ഞു. ലോകം നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അറബ് രാജ്യങ്ങളുടെ സംഭാവന അർപ്പിക്കാൻ GCC ഉച്ചകോടിക്ക് സാധ്യമാകുമെന്ന് തുടർന്നു സംസാരിച്ച സൗദി കിരീടാവകാശിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായ അമീർ സൽമാൻ ബിൻ അബ്ദുൽ പറഞ്ഞു. കുവൈത്ത് അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിനോടൊപ്പം ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അഹമ്മദ് അൽ ഹമൂദ് അൽ സബാ, ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് സബാ അൽ ഖാലിദ് അൽ ഹമദ് അൽ സബാ, ധനകാര്യമന്ത്രി മുസ്തഫ അൽ ഷിമാലി തുടങ്ങിയവരുണ്ടായിരുന്നു. ഒമാൻ പ്രതിനിധി സംഘത്തെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി സയ്യിദ് ഫഹദ് ബിൻ മഹ്മൂദ് അൽ സയ്യിദ് ആണ് നയിച്ചത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ബിൻ റാഷിദ് അൽ മഖ്ദൂമിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സെയ്ഫ് സായിദ് അൽ നഹ്യാനും 8 അംഗ പ്രതിനിധികളും പങ്കെടുത്തു. ഖത്തർ ഡെപ്യൂട്ടി അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് ബിൻ അൽ ഖലീഫ അൽ ഥാനിയാണ് ഖത്തർ പ്രതിനിധി സംഘത്തെ നയിച്ചത്. ഏകീകരണത്തോടൊപ്പം സൈനിക സഹകരണവും അനിവാര്യമാണെന്ന ശക്തമായ അഭിപ്രായമാണ് സമ്മേളനത്തിൽ ഉയർന്നത്. ബഹ്റിനിലെ അൽനൂർ ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പരിശുദ്ധ ഖുർആൻ പാരായണ മത്സരം വേറിട്ട അനുഭവമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിപുലമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ബഹ്റൈൻ റോയൽ ചാരിറ്റി ഓർഗനൈസേഷൻ ബോർഡ് ഓഫ് ട്രസ്റ്റി വൈസ് ചെയർമാൻ ഷെയ്ഖ് അദ്നാൻ ബിൻ അബ്ദുള്ള അൽ ഖത്താം മുഖ്യാതിഥിയായിരുന്നു. പരിശുദ്ധ ഖുർആൻ പാരായണം പോലുള്ള മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി തന്റെ ലഘുപ്രഭാഷണത്തിൽ അദ്ദേഹം പരാമർശിച്ചു. സമൂഹത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഇത്തരം മത്സരം സംഘടിപ്പിച്ചതിന് സ്കൂൾ മാനേജ്മെന്റിനെ അദ്ദേഹം പ്രത്യേക നന്ദി അർപ്പിച്ചു. 275 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിന്റെ അവസാന റൗണ്ടിൽ 105 പേർ എത്തിയിരുന്നു. അവസാന റൗണ്ടിലെ വിജയികളായ 60 കുട്ടികൾക്ക് മുഖ്യാതിഥിക്കൊപ്പം സ്കൂൾ ചെയർമാൻ അലി ഹസൻ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉപദേശക സമിതി മുൻ അംഗമായ മുഹമ്മദ് ഹുസൈൻ ജൗദൽ, ബഹ്റൈൻ പാർലമെന്റ് അംഗമായ സമീർ അബ്ദുള്ള ഖദേം, അൽ മഹ്മൂദ് മോസ്ക് ഇമാം ഷെയ്ഖ് യൂസുഫ് മുഹമ്മദ് അൽ മഹ്മൂദ്, അൽഹിദ് സ്കൂൾ ഡയറക്ടർ മുഹമ്മദ് മഷൂദ്, വൈസ് പ്രിൻസിപ്പൽ റഷീദ് മൻഡി, പ്രധാന അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ വരികൾ ചൊല്ലി ആരംഭിച്ച ചടങ്ങിന് 12ാം ക്ലാസ് വിദ്യാർത്ഥി ഒമർ ഐമാൻ അബ്സാദ് വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഫാത്തിമ അബ്ദേൽ ഫത്ത, സന നസീമുദ്ദീൻ, ഒമർ ഐമാൻ മൂസ, ഹസൻ അലി അഹമ്മദ്, അഹമ്മദ് അലി മുഹമ്മദ് സാലെ എന്നീ വിദ്യാർത്ഥികൾ ഹൃദയസ്പർശിയായ രീതിയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത് ഏറെ ശ്രദ്ധേയമായി. ഇവരെയാണ് ബെസ്റ്റ് വോയിസ് വിഭാഗത്തിൽ തെരഞ്ഞെടുത്തത്. സബ്ര അലി ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. قد سمع الله قول التي تجادلك. ഇനി ബഹ്റൈനിലെ മറ്റു ചില വാർത്തകളും വിശേഷങ്ങളും. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ മറ്റൊരു കെട്ടിടം കൂടി പൂർണ്ണമായിരിക്കുകയാണ്. സമാജത്തിന്റെ തന്നെ വലിയൊരു ഹാളോടുകൂടിയ കെട്ടിടത്തിന് പുറമെയാണ് ഓഫീസ് കെട്ടിടം കൂടി പണിതുയർത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കെട്ടിടത്തിന്റെ ആ നല്ല മുഹൂർത്തത്തിൽ കേരള സിവിൽ ഏവിയേഷൻ മന്ത്രി KC വേണുഗോപാൽ, കേരള പ്രവാസികാര്യമന്ത്രി KC ജോസഫ്, ഇന്ത്യൻ സ്ഥാനപതി മോഹൻകുമാർ, ഡോക്ടർ രവിപിള്ള, അൽനൂർ സ്കൂൾ ചെയർമാൻ അലി ഹസൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നുവെന്ന് സമാജം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പറഞ്ഞു.
പ്രശസ്ത ഗായകരായ മധു ബാലകൃഷ്ണൻ, രാജലക്ഷ്മി എന്നിവരുടെ ഗാനമേളയും കോമഡി താരങ്ങളായ ഉല്ലാസ്, പ്രദീപ് എന്നിവരുടെ മിംസ് പരേഡും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ബഹ്റൈനിലെ മുഴുവൻ മലയാളികൾക്കും ഒത്തുചേരാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. പുതിയ കെട്ടിടത്തിനു വേണ്ടി നിരവധി ആളുകളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എല്ലാ നല്ലവരായ സഹൃദയരും പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നാഷണൽ ഡൊമസ്റ്റിക് വർക്കേഴ്സ് മൂവ്മെന്റിന്റെ മൈഗ്രന്റ് റൈറ്റ് കൗൺസിലിന്റെ ഈ വർഷത്തെ മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള പ്രവാസി മിത്ര അവാർഡ് ബഹ്റൈനിലെ ഫോട്ടോ ജേർണലിസ്റ്റ് അൻവർ മൊയ്തീന് ലഭിച്ചു. ഹൈദരാബാദിൽ നടന്ന ചടങ്ങിൽ മുഖ്യാതിഥി ക്രിസ്ത്യൻ ലെസാറസ് അൻവറിനെ അവാർഡ് നൽകി ആദരിച്ചു. പ്രവാസികളുടെ ഗൗരവകരമായ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുവേണ്ടി ഇടപെടലുകൾ നടത്തുന്നതിനായി യാത്രാ അവകാശ സംരക്ഷണ സമിതി എന്ന പേരിൽ പുതിയ കൂട്ടായ്മ രൂപീകരിച്ചു. വിവിധ സാമൂഹിക സാംസ്കാരിക പ്രതിനിധികളുള്ള സമിതിയുടെ രക്ഷാധികാരി ജെയിംസ് കൂടൽ, വൈസ് ചെയർമാൻ രാജു കല്ലുംപുറം, ജോയിന്റ് കൺവീനർ ACA ബക്കർ എന്നിവരാണ്. സുബൈർ കണ്ണൂർ, സേവി മാത്തുണ്ണി, അജീബാസി, ചന്ദ്രശേഖരൻ നാഗത്ത്, രാജൻ കടിയങ്ങാട്, നാസർ മഞ്ചേരി, ഫൈസൽ, റസാഖ് മുഴിക്കൽ, കമാൽ മൊഹിദ്ദീൻ, ജമാൽ കുറ്റിക്കാട്ടിൽ, ആഷിഖ് മുഹമ്മദ്, സൈഫു, VK സൈദാലി എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. ട്രാവലെക്സ് ഡെസേർട്ട് സ്കാൻ തുടരും ഇടവേളയ്ക്ക് ശേഷം. Travex Currency Exchange, online money transfer, easy cash pickup, associate with Western Union, foreign currency exchange, online currency order, buyback guarantee for currency exchange, 26 branches in Bahrain. Travex, fastest and safest bank transfer.